നടന്ന സംഭവ വികാസങ്ങളുമായി വാരാന്ത്യ കാഴ്ച. ഏവർക്കും സ്വാഗതം. ഭൂമിയിലെ ഏറ്റവും വലിയ ക്രൂരത ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ കൊല്ലുന്നതാണ്. ക്രൂരമായി വേദനിപ്പിച്ചും അപഹസിച്ചും ഒരു മനുഷ്യനെ ഒരു കൂട്ടം മനുഷ്യർ ചേർന്ന് ആക്രമിക്കുന്നത് കൊല്ലാക്കൊലയാണ്. അതും വിദ്യാർത്ഥികളായിരിക്കെ. എങ്ങനെയാണ് മനുഷ്യനെ ഇത്രയും ക്രൂരനാകാൻ സാധിക്കുന്നത്? കലാലയങ്ങളിൽ വിദ്യാർത്ഥികൾ റാഗിങ്ങിനിരയാകുന്നുവെന്ന പരാതി വ്യാപകമാണെങ്കിലും സംസ്ഥാനത്ത് റാഗിംഗ് നിരോധന നിയമപ്രകാരം പ്രതികളായ വിദ്യാർത്ഥികളെ തടവിന് ശിക്ഷിച്ചത് ഒരു തവണ മാത്രം. കോട്ടയം സ്കൂൾ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ 1ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ റാഗിങ്ങിന്റെ പേരിൽ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ കേസിൽ 3 സീനിയർ വിദ്യാർത്ഥികളെ തടവിന് ശിക്ഷിച്ചതാണ് ഏക സംഭവം. കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിൽ ക്രൂരമായ റാഗിംഗ് നടക്കുന്നുണ്ടെന്ന പരാതി പുറത്തുവരുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ്. കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികളെ റാഗ് ചെയ്ത 5 സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തു. 3ാം വർഷ വിദ്യാർത്ഥികളായിരുന്നു അവർ. 3 മാസത്തോളം റാഗിംഗ് നടന്നുവെന്ന് പരാതിയിൽ പറയുന്നു. വിദ്യാർത്ഥികളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ പരിക്കേൽപ്പിച്ചതായും പരാതിയിലുണ്ട്. പരാതിയിൽ കേസെടുക്കുകയും വാർത്താ മാധ്യമങ്ങളിൽ വരികയും ചെയ്തതോടെ 5 വിദ്യാർത്ഥികളെ കോളേജ് അധികൃതർ സസ്പെൻഡ് ചെയ്തു. എന്നാൽ പ്രതികൾക്കെതിരെയുള്ള നടപടികൾ സസ്പെൻഷനിൽ തീരില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പിനെ ചെയ്യാനാകുന്നതെല്ലാം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. ജൂനിയർ വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ ആക്രമിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ തനിക്ക് കണ്ടു നിൽക്കാൻ സാധിച്ചില്ലെന്നും അതിക്രൂരവും മനസാക്ഷിയെ ഞെട്ടിക്കുന്നതുമായ സംഭവമാണുണ്ടായതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതിക്രൂരവും ഒരു മനുഷ്യ മനസാക്ഷിയേക്ക് ഞെട്ടിക്കുന്നതെന്നൊന്നും പറഞ്ഞാൽ ഒന്നും ആവില്ല. ഞാനതെനിക്ക് വീഡിയോ കാണാൻ പറ്റില്ല. കാരണം ഒരു ആൾക്കും അത് കാണാൻ കഴിയില്ല. അത്രയും അതിക്രൂരമായിട്ടുള്ള, ഈ ഉപയോഗിച്ച വാക്ക് ഒന്നും പോരാ എന്ന് തോന്നുന്നു. അത്രയും ക്രൂരമാണ്. അതിൽ എന്തൊക്കെ ഇപ്പോൾ സസ്പെൻഷനാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. പക്ഷേ തീർച്ചയായിട്ടും അതിൻ്റെ തുടർച്ചയായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് അതിൽ പരമാവധി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് ചെയ്യാൻ കഴിയുന്നത് ചെയ്യും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇന്ന് DMEയുടെ ടീം അവിടെ പോയിട്ടുണ്ട്. കാരണം ഇവർ പരാതിപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞു എങ്കിൽ പോലും അവിടെ ക്യാമറ ഉൾപ്പെടെ ഉണ്ട്. അതുമാത്രമല്ല, സീനിയർ സ്റ്റുഡൻസ് ഫസ്റ്റ് ഇയേഴ്സിൻ്റെ റൂമിൽ കയറുമ്പോൾ അതിൽ അവിടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ, അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾ കൂടി പരിശോധിച്ചിട്ട് അതിൻ്റെ സൂപ്പർവിഷൻ, മറ്റ് കാര്യങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് അതിൽ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് DMEക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അങ്ങേയറ്റം ക്രൂരമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ആദ്യ സെക്കൻഡ്സ് കണ്ടപ്പോൾ തന്നെ നമുക്കത്, ഞാൻ ആ വീഡിയോ കാണാൻ കഴിയാത്തതില്ല. അതാണ് എല്ലാവരുടെയും സാഹചര്യം. അപ്പോൾ അത് പരമാവധി സ്വീകരിക്കാവുന്ന നടപടികൾ അവർക്കെതിരെ സ്വീകരിക്കും. പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചോ? പ്രിൻസിപ്പലിന്റെയോ DMEയുടെയോ പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചോ? അതിൽ എന്താണുള്ളത്? ഇത് താലിബാനിസമാണോ ഈ പോസ്റ്റിലുള്ളത്? ഇതിൽ പ്രാഥമികമായിട്ട് കോളേജിൻ്റെ നഴ്സിംഗ് സ്കൂളാണ്. ശരിക്കും ഇവർ നഴ്സിംഗ് സ്കൂൾ ജനറൽ നഴ്സിംഗ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവിടെ നിന്നുള്ള റിപ്പോർട്ടാണ് DMEക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ ഈ പറഞ്ഞതുപോലെ മാധ്യമങ്ങളിൽ നിങ്ങളോട് സംസാരിച്ചത് തന്നെയാണ് ആ റിപ്പോർട്ടിലും അതിൻ്റെ ഭാഗമായിട്ട് ഉള്ളത്. അപ്പോൾ അത് പോരാ. അതിൽ സൂക്ഷ്മമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് പരിശോധിക്കണമെന്നുള്ളതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് DMEയുടെ ഒരു ടീം തന്നെ അവിടെ പോയി. ഇന്നവരവിടെ ചെന്നിട്ടുണ്ടാകും 10 മണിയോടുകൂടി. അപ്പോൾ അതിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. സസ്പെൻഷനിൽ തീരില്ല. സസ്പെൻഷനിൽ തീരേണ്ട ഒരു കാര്യമല്ലല്ലോ അത്. ആ സസ്പെൻഷനിൽ തീരില്ല. അതിൽ സ്വീകരിക്കാവുന്ന പരമാവധി നടപടികൾ സ്വീകരിച്ചിരിക്കും. അത് മറ്റുള്ളവർക്കും ഒരു സന്ദേശമായിരിക്കും. ഒരു കാരണവശാലും ഇതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുക? മനുഷ്യ മനസ്സിന് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ? അത്ര അതിക്രൂരമായിട്ടല്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും പരമാവധി നടപടികൾ അത് പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ നിയമപരമായിട്ടുള്ള നടപടികളിലൂടെ അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അവരിൽ ചിലർക്ക് സംഘടനാ പശ്ചാത്തലമൊക്കെ ഉണ്ട് എന്ന വിവരം വരുന്നുണ്ട്. ഇതിൽ കേരളം ഒരുമിച്ചാണ്. ഇത് സംബന്ധിച്ച് തെറ്റ് ആര് ചെയ്താലും
ആ തെറ്റായി തന്നെ കാണുകയുള്ളൂ. അത് ഒരു തരത്തിലും മറ്റൊരു തരത്തിൽ കാണില്ല. അത് തെറ്റ് തന്നെയാണ്. അത് ക്രൂരമല്ല, അതിക്രൂരവും അതിൻ്റെ അപ്പുറത്തുമായിട്ടുള്ള പ്രവൃത്തിയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ നടപടി ഉണ്ടാവും. നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഇത്തരത്തിൽ റാഗിങ്ങൾ ഇല്ല, അത് സർക്കാർ അടക്കം നടപടി സ്വീകരിച്ചു. പക്ഷെ ഇപ്പോഴും കഠിനമായ റാഗിങ് നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഒരു പരിശോധന. അത് സംസ്ഥാന വ്യാപകമായി നടത്തേണ്ടതല്ലേ? എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇത് സംബന്ധിച്ചിട്ടുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. DMEയുടെ സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ച് മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത് പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൽ എന്തുകൊണ്ട് ഇക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്നുള്ളത്, അതായത് ഇതാണ് ഞാൻ പറഞ്ഞത്, അതായത് സീനിയേഴ്സ് ഒരു ജൂനിയേഴ്സിൻ്റെ റൂമിൽ ചെല്ലുമ്പോൾ ഒരു കാരണവശാൽ ചെല്ലേണ്ട കാര്യമില്ല. എന്തിനാണ് ചെല്ലുന്നത്? അപ്പോൾ അത് തുടർച്ചയായിട്ട് ചെല്ലുന്നത് എന്തുകൊണ്ടാണ്? മറ്റ് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഇവർ മോണിറ്റർ ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൻ്റെ സൂപ്പർവിഷൻ എങ്ങനെയാണ്? ഇക്കാര്യങ്ങളെല്ലാം എല്ലാ ഹോസ്റ്റലുകളിലും പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സംഭവം നടന്ന ഈ കോട്ടയത്തെ ജനറൽ നഴ്സിംഗിൻ്റെ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ അത് കൃത്യമായിട്ട് പരിശോധിക്കുന്നതിനും നടപടി സ്വീകരിച്ചിട്ട് അത് റിപ്പോർട്ട് ചെയ്യുന്നതിനുമാണ്. ഇനി DME തലത്തിൽ സ്വീകരിക്കുന്നതിനപ്പുറത്ത് ഗവൺമെൻറ് സ്വീകരിക്കേണ്ട നടപടിയാണെങ്കിൽ അത് റെക്കമെൻഡ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുമാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പിന്നാലെ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികളെ ക്രൂരമായി റാഗ് ചെയ്ത സീനിയർ വിദ്യാർത്ഥികൾ അറസ്റ്റിലായി. 3ാം വർഷ വിദ്യാർത്ഥികളായ 5 പേരാണ് പോലീസിന്റെ പിടിയിലായത്. പ്രതികൾ വിദ്യാർത്ഥിയെ ക്രൂരമായി ഉപദ്രവിച്ചത് പിറന്നാൾ ആഘോഷത്തിന് ചെലവ് ചെയ്യാത്തതിനെ തുടർന്നാണെന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്തു. മദ്യമടക്കം വാങ്ങാൻ പരാതിക്കാരനായ വിദ്യാർത്ഥിയോട് പ്രതികൾ പണം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വിദ്യാർത്ഥി പണം കൊടുക്കാൻ തയ്യാറായില്ല. പണം കൊടുക്കാതെ വന്നതോടെയാണ് കട്ടിലിൽ കെട്ടിയിട്ട് കോമ്പസ് ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിച്ചത്. അതിക്രമം സഹിക്കാൻ വയ്യാതെയാണ് 6 വിദ്യാർത്ഥികൾ കോളേജിലെ ആന്റി റാഗിംഗ് സെല്ലിൽ പരാതി നൽകിയത്. തുടർന്ന് നഴ്സിംഗ് കോളേജിന്റെ ഹോസ്റ്റൽ റാഗിംഗ് കേന്ദ്രമായിരുന്നെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. നവംബർ മാസം മുതൽ ക്രൂരമായ പീഡനത്തിനിരയായ വിദ്യാർത്ഥികൾ പരാതിപ്പെടാൻ വൈകിയത് പോലീസിന്റെ സംശയങ്ങളെ ബലപ്പെടുത്തി. ഇതിനായി 1ാം വർഷ വിദ്യാർത്ഥികളോട് വിവരങ്ങൾ തേടുമെന്നും ഇക്കാര്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും 5 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങുന്നത് സംബന്ധിച്ച് തീരുമാനം എടുക്കുകയെന്നും അറിയിച്ചു. സാമുവൽ, രാഹുൽ, വിവേക്, റിജിൽജിത്ത്, ജീവ എന്നിവരെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. ഹോസ്റ്റൽ മുറിയിൽ ക്രൂരപീഡനം നടക്കുമ്പോൾ വിദ്യാർത്ഥികൾ ഉറക്കെ കരഞ്ഞെങ്കിലും തൊട്ടടുത്ത മുറിയിലെ അസിസ്റ്റന്റ് വാർഡൻ കേട്ടില്ലെന്ന മൊഴി വിശദമായി പരിശോധിക്കും. വിഷയം പഠിക്കാനായി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് 5 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. കോളേജിന്റെ റാഗിംഗ് വിരുദ്ധ പ്രവർത്തനങ്ങൾ ഉടച്ചുവാർക്കാനും തീരുമാനമുണ്ട്. റാഗിംഗിൽ കൂടുതൽ ഇരകളുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും നഴ്സിംഗ് കോളേജ് അധികൃതരുടെ മൊഴികൾ പരിശോധിക്കുമെന്നും SP വ്യക്തമാക്കി. നിലവിൽ ഒരു കുട്ടിയുടെ പരാതി പ്രകാരമാണ് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഇരകളുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ച് വരികയാണ്. കൂടുതൽ ഇരകളെ കണ്ട് ചോദ്യം ചെയ്യാനുള്ള നടപടി ഇന്ന് തന്നെ ആരംഭിക്കും. പിന്നീട് ഈ റാഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശപ്രകാരം ഒരു രാഘവൻ കമ്മിറ്റി റിഫോംസ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുണ്ട്. രാഘവൻ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കും. പിന്നെ UGCയുടെ റെഗുലേഷനുണ്ട് ഇക്കാര്യമായിട്ട് ബന്ധപ്പെട്ട്, അതും കൃത്യമായിട്ട് പരിശോധിച്ച് ബാക്കി കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടോ, വാർഡൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടോ, ആ രീതിയിലുള്ള അന്വേഷണം കൂടെ കൃത്യമായിട്ട് നടത്തും. പിന്നീട് ഈ വീഡിയോ ദൃശ്യം ഏത് മൊബൈൽ ഫോണിലാണ് പകർത്തിയത്, അതിൻ്റെ ഒറിജിൻ, ആ രീതിയിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ നടത്തും. പ്രതികളായിട്ട് പിടിച്ചിരിക്കുന്ന 5 പേരുടെയും ഫോണുകൾ നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. നമ്മൾ കേരള ആൻറ്റി റാഗിംഗ് ആക്ട്, പ്രൊഹിബിഷൻ ഓഫ് റാഗിംഗ് ആക്ട് പ്രകാരമുള്ള സെക്ഷൻ 3 and 4 പ്രകാരമുള്ള കുറ്റങ്ങളും അതുപോലെ സിമ്പിൾ ഹർട്ടിനുള്ള കുറ്റങ്ങളും എക്സ്റ്റോർഷന് വേണ്ടിയിട്ട് ഇവരുടെ കുട്ടികളുടെ അടുത്ത് നിന്ന് സീനിയേഴ്സ് പണം നിർബന്ധപൂർവം പിടിച്ചു വാങ്ങി എന്നുള്ള വകുപ്പും ചേർത്തിട്ടാണ് നിലവിൽ വകുപ്പുകൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഇനി കൂടുതൽ അന്വേഷണത്തിൽ എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ അതനുസരിച്ച് വകുപ്പ് കൂട്ടിച്ചേർക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും. കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് വയനാട്ടിൽ സിദ്ധാർത്ഥിനുണ്ടായ ദുരന്തത്തിന്റെ തുടർച്ചയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. SFI പിരിച്ചുവിടാൻ CPM തയ്യാറാകണമെന്നും സതീശൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിലെ പല കോളേജ് ഹോസ്റ്റലുകളിലും റാഗിംഗ് നടക്കുന്നുണ്ട്. പൂക്കോട് സംഭവത്തിൽ പ്രതികളായ SFIക്കാരെ സംരക്ഷിക്കാനുള്ള ശ്രമം സർക്കാരിന്റെയും CPMന്റെയും ഭാഗത്തു നിന്നുണ്ടായി. കോട്ടയം നഴ്സിംഗ് കോളേജിലും റാഗിങ്ങിനെ നേതൃത്വം നൽകിയത് SFIയുമായി ബന്ധമുള്ള സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ദയവ് ചെയ്ത് SFIയെ പിരിച്ചുവിടുകയാണ് CPM ചെയ്യേണ്ടത് എന്ന് VD സതീശൻ പറഞ്ഞു. ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങിയത് ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ വരെ പരസ്യമായി യൂണിയൻ റൂമിലെ ഇടിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചില്ലേ? അപ്പൊ ഇത്
പൂക്കോട് സംഭവത്തിൽ പ്രതികളായ SFIക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഈ പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾ, SFIക്കാരായിട്ടുള്ള ആളുകളാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചതെന്ന് വ്യക്തമായി. SFIയുമായിട്ടുള്ള ബന്ധപ്പെട്ട സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. CPMനോട് എനിക്ക് പറയാനുള്ളത്, ദേവി ഇതാ SFI എന്ന് പറയുന്ന സംഘടന ഒന്ന് പിരിച്ചുവിടും. ഇതാണ് അവർ ചെയ്യുന്നത്. 30-40 വർഷം മുമ്പാണ് റാഗിംഗ് ഒക്കെ ഉണ്ടായിരുന്നത് കേരളത്തിൽ. അതെല്ലാം മാറി ഒരു പുതിയ വളരെ പുരോഗമന ചിന്തയുള്ള ഒരു വിദ്യാർത്ഥി സമൂഹങ്ങൾ മാറി മാറി വന്നു. എന്നിട്ട് 30-40 വർഷം മുമ്പിലേക്ക് തിരിഞ്ഞു പോവുകയാണ്. ഇവർക്ക് ഡ്രഗ്സ് അടിക്കാനും ഇവർക്ക് മദ്യപിക്കാനും വേണ്ടിയിട്ടുള്ള പണത്തിന് വേണ്ടിയിട്ടാണ് ഈ പാവപ്പെട്ട വിദ്യാർത്ഥികളെ, ഒരു പട്ടികജാതിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹോസ്റ്റലിലാണ് ഇത്രയും വലിയൊരു ദുരന്തം നടന്നത്. എത്രയോ കഷ്ടപ്പെട്ടാണ് മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ അയക്കുന്നത്. 1-2 മക്കളല്ലേ എല്ലാ വീട്ടിലും ഉള്ളൂ. അവരെ കഷ്ടപ്പെട്ട് പൊന്നുപോലെ നോക്കി വളർത്തിയെടുത്ത് കോളേജിലേക്ക് വിടുമ്പോൾ കോളേജിൽ ചെന്നാൽ ഇതുപോലുള്ള കിരാതന്മാരുടെ ക്രൂരമായ ആക്രമണത്തിന് കുട്ടികൾ വിധേയമാവുക. ശരീരം മുഴുവൻ കോമ്പസ് കൊണ്ട് വരയ്ക്കുക, ഫെവിക്കോൾ ഒഴിക്കുക, അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ വെയിറ്റ് കയറ്റി വയ്ക്കുക. കേട്ടുകേൾവി പോലും ഇല്ലാത്ത ക്രൂരതകളാണ്. എന്നിട്ട് അവർ തന്നെ വിഷ്വൽ എടുത്ത്, വീഡിയോ എടുത്ത് അവർ തന്നെ പ്രചരിപ്പിക്കുക. എത്ര ക്രൂരമായ മനസ്സുകളുടെ ഉടമകളായിരിക്കും ഇവർക്ക് ആരാ പ്രോത്സാഹിപ്പിക്കുന്നത്? ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മാനേജ്മെന്റിന് അറിവില്ലേ? പിന്നെ എന്തിനാണ് വാർഡൻ, ഹോസ്റ്റലിൽ വാർഡൻ ഇല്ലേ? ആ വാർഡൻ എന്തായിരുന്നു ജോലി? ഇത് അവിടുത്തെ അധ്യാപകർ അറിഞ്ഞില്ലേ? അവിടുത്തെ പ്രിൻസിപ്പൽ അറിഞ്ഞില്ലേ? ഇതറിയാതെ ഇത്രയും വലിയ ക്രൂരമായ സംഭവങ്ങൾ ഒരു ഹോസ്റ്റലിൽ നടക്കുക എന്ന് പറയുന്നത് അവിശ്വസനീയമായ കാര്യമാണ്. എനിക്ക് ഗവൺമെന്റിനോടും മുഖ്യമന്ത്രിയോടും പറയാനുള്ളത്, ഇതുപോലുള്ള പ്രതികളെ സംരക്ഷിക്കാൻ ഇറങ്ങരുത്. പൂക്കോട്ടെ സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ ഇപ്പോഴും മകൻ നഷ്ടപ്പെട്ട വേദനയിൽ കഴിയാണ്. അതിലെ പ്രതികളായ ആളുകൾ പരീക്ഷ എഴുതി സന്തോഷമായിട്ട് ആടിപ്പാടി നടക്കുകയാണ്. അവർ ഇനി വേറെ ഇരകളെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പൊ പൂക്കോടുണ്ടായ സംഭവത്തിൽ സർക്കാർ എടുത്ത ഈ സ്വജനപക്ഷപാതമാണ്. ഇതുപോലുള്ള അപകടങ്ങൾ കർശനമായ നടപടികൾ സ്വീകരിച്ച്, വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ പല സ്ഥലത്തും ഇത് ആവർത്തിക്കപ്പെടും. പല കോളേജുകളിലും ഇടിമുറികളുണ്ട്, യൂണിയൻ മുറികൾ പല കോളേജുകളിലും ക്യാമ്പസുകളിലാണ്. അപ്പൊ ആർക്കും രാഷ്ട്രീയ പ്രവർത്തനം നടത്താനോ സംഘടനാ പ്രവർത്തനം നടത്താനോ, ഇന്ന് കണ്ടില്ലേ ഒരു കോളേജിൽ ഒരുത്തൻ ശരിയല്ല, അതുകൊണ്ട് അവനെ നിലത്തിട്ട് തല്ലി അവന്റെ കൈയും കാലും ഒടിച്ചു, ഒരു +1 പഠിക്കുന്ന വിദ്യാർത്ഥി. ഇതൊന്നും കേരളത്തിലെ യോജിച്ച കാര്യങ്ങളല്ല. സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തരമായ ഗൗരവമായ നടപടികൾ സ്വീകരിക്കുകയും കേരളത്തിൽ ഒരു ക്യാമ്പസിലും. എന്നാൽ റാഗിംഗ് വിഷയത്തിൽ പ്രതികരണവുമായി SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ. നഴ്സിംഗ് കോളേജിലേത് ക്രിമിനലുകൾ കാണിച്ച തോന്നിവാസം, അത് SFIയുടെ മുകളിൽ ചാരി വെക്കരുതെന്നും ആർഷോ പറഞ്ഞു. നഴ്സിംഗ് കോളേജിലെ സംഘടനയ്ക്ക് SFIയുമായി ബന്ധമില്ല എന്നും SFIക്ക് നഴ്സിംഗ് കോളേജിൽ യൂണിറ്റ് ഇല്ലെന്നും ആർഷോ വ്യക്തമാക്കി. ഇതിനിടെ കോളേജിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം ഉടലെടുത്തു. പ്രവർത്തകരിൽ പലരും ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു. തുടർന്ന് പ്രവർത്തകർക്ക് നേരെ പോലീസ് 2 തവണ ജലപീരങ്കി അടക്കമുള്ളവ പ്രയോഗിച്ചു. റാഗിംഗ് സംഭവത്തിൽ കോളേജിനെ വീഴ്ച സംഭവിച്ചു എന്നാരോപിച്ചായിരുന്നു KSUവിന്റെ മാർച്ച്. വിഷയത്തിൽ ശക്തമായ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു പറഞ്ഞു. ആരോഗ്യ സർവകലാശാലയ്ക്ക് കീഴിലുള്ള സ്ഥാപനത്തിലാണ് സംഭവം നടന്നത്. ഇടപെടുന്നതിന് പരിമിതിയുണ്ട്, എങ്കിലും ശക്തമായ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കാലത്ത് കുട്ടികളിൽ കാര്യമായ സ്വഭാവ വൈകല്യം കാണുന്നുണ്ട്. അത് മാറ്റാൻ സമൂഹവും മുന്നിട്ടിറങ്ങണമെന്നും മന്ത്രി വ്യക്തമാക്കി. എല്ലാ കലാലയങ്ങളിലും ആൻറ്റി റാഗിംഗ് സെല്ലുകൾ ഉണ്ടാകണം എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ഇപ്പോൾ ഈ റാഗിംഗ് ഉണ്ടായിട്ടുള്ളത് ആരോഗ്യ സർവകലാശാലയ്ക്ക് കീഴിലുള്ള ചില സ്ഥാപനങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യ സർവകലാശാല ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലല്ല. നേരിട്ട് ആ വിഷയങ്ങളിൽ ഇടപെടാൻ പരിമിതിയുണ്ട്. പക്ഷേ വളരെയധികം വേദനിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അത്യന്തം ജാഗരൂകതയോടുകൂടി വിഷയം കൈകാര്യം ചെയ്യണമെന്ന് ബന്ധപ്പെട്ട അധികാരികളെ, വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ളവരെ ബോധ്യപ്പെടുത്താനായിട്ട് പരമാവധി പരിശ്രമം നടത്തും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ സൂപ്പർവൈസ് ചെയ്തു പോകുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയാണ് കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി ബന്ധം ദൃഢപ്പെടുത്തുക എന്നത് തന്നെയാണ് കൂടിക്കാഴ്ചയുടെ പിന്നിലെ ലക്ഷ്യം.
അതിനിടയിൽ ഇരു നേതാക്കളും കണ്ടുമുട്ടിയപ്പോഴുള്ള വാർത്താ സമ്മേളനത്തിൽ അദാനിയെ പറ്റി ചോദിച്ചപ്പോൾ നരേന്ദ്രമോദി വഴിതിരിച്ചുവിടാനാണ് ശ്രമിച്ചത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യ-US ബന്ധത്തെക്കുറിച്ച് പുതിയ സമവാക്യം നരേന്ദ്രമോദി പങ്കുവച്ചു. മാഗ പ്ലസ് മിഗ = മെഗ എന്നായിരുന്നു സൂത്രവാക്യം. മിഗ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സമീപനത്തെക്കുറിച്ചും മാഗ എന്ന് വെച്ചാൽ അമേരിക്കയുടെ സമീപനവുമാണ്. രണ്ടും കൂടി ചേർന്ന മെഗാ ബന്ധമാണ് ഇനിയങ്ങോട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകാൻ പോകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നത്തെയും പോലെ വലിയ മെഗാ ഷോ ആയി മാറിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം. 2 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാഴാഴ്ചയാണ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയത്. വൈറ്റ് ഹൌസിൽ വെച്ചായിരുന്നു ഇരുവരും ചർച്ച നടത്തിയത്. വ്യാപാരം, പ്രതിരോധം, കുടിയേറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരുവരും ചർച്ചകൾ നടത്തി. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയെ കൈമാറുന്നതു മുതൽ F-35 യുദ്ധവിമാനങ്ങൾ നൽകുന്നതുവരെ ഇന്ത്യയെ സംബന്ധിച്ച് നല്ല വാർത്തകളാണ് ഇരുവരുടെയും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തുവന്നത്. മോദി ട്രംപ് കൂടിക്കാഴ്ച വളരെ ഫലപ്രദമായിരുന്നുവെന്നാണ് ശശി തരൂരിന്റെ അഭിപ്രായം. അനധികൃത കുടിയേറ്റ വിഷയത്തിൽ US-നും ഇന്ത്യയ്ക്കും ഒരേ നിലപാടാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. നാടുകടത്തപ്പെട്ട ഇന്ത്യൻ പൗരന്മാരെ സ്വീകരിക്കാൻ തങ്ങൾ സന്നദ്ധരാണെന്നും അദ്ദേഹം പറഞ്ഞു. അനധികൃതമായി മറ്റൊരു രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന ആർക്കും ആ രാജ്യത്ത് തുടരാൻ യാതൊരു അവകാശവുമില്ലെന്ന് മോദി വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളുടെയും പുരോഗതിക്ക് വേണ്ടി ഒരുമിച്ച് മുന്നേറുമെന്നും ഇന്ത്യയും അമേരിക്കയും ഇരട്ടി വേഗത്തിൽ മുന്നോട്ട് നീങ്ങുമെന്നും മോദി കൂട്ടിച്ചേർത്തു. एक्सेलेंसी, मैं सबसे पहले तो फिर एक बार आपको यहाँ पर देख करके और आपको यहाँ पर मिल करके बहुत प्रसन्नता हो रही है. मैं आपके भव्य विजय के लिए आपको बहुत बहुत बधाई देता हूँ. न सिर्फ मेरी तरफ से 140 करोड़ भारतवासियों की तरफ से आपको मैं बहुत बहुत बधाई देता हूँ और बहुत बहुत शुभकामनाएं देता हूँ. ये बहुत ही सुखद संयोग है कि भारत की जनता ने 60 साल के बाद किसी प्रधानमंत्री को तीसरी बार लगातार देश की सेवा करने का अवसर दिया है. और मेरे लिए खुशी की बात है कि मुझे इस कार्यकाल में राष्ट्रपति ट्रंप के साथ फिर एक बार कार्य करने का अवसर मिला है. मैं कह सकता हूं कि राष्ट्रपति ट्रंप के पहले 4 वर्ष का मेरा जो अनुभव था, जो गर्मजोशी थी, जो उत्साह था, जो विश्वास था, वही गर्मजोशी, वही उत्साह, वही विश्वास के साथ हम फिर एक बार साथ मिलकर के आगे बढ़ेंगे. और मेरे लिए खुशी की बात है कि आते ही राष्ट्रपति ट्रंप ने एक मित्र की तरह मुझे पुराने अहमदाबाद के स्टेडियम की याद दिलाई. ये बात सही है कि ह्यूस्टन में हाउडी मोदी और गुजरात में अहमदाबाद में नमस्ते ट्रंप, वो दो एक ऐसी बहुत बड़े विशाल कार्यक्रम रहे जिसकी गूंज आज भी भारत के हर कोने में सुनाई दे रही है. भारत अमेरिका संबंधों प्रगाढ़ बनाने में, उसको एक नई ऊंचाई देने में और व्यापकता देने में राष्ट्रपति ट्रंप की पहली टर्म की बहुत बड़ी भूमिका रही है. और मुझे विश्वास है कि दूसरे टर्म में भी हम उसी गति से आगे बढ़ेंगे. और मैं जैसे भारत के नागरिकों को वादा किया है कि मैं तीसरे टर्म में 3 गुना गति से काम करूंगा. और मुझे विश्वास है कि राष्ट्रपति ट्रंप के साथ आने वाले 4 वर्ष हम भारत अमेरिका के संबंधों की गति में 2 गुना गति से काम करेंगे. मैं राष्ट्रपति ट्रंप से एक बात हमेशा अप्रिशिएट करता आया हूं, सीखता आया हूं कि वे राष्ट्रहित को सर्वोपरि रख करके काम करते हैं. राष्ट्रपति ट्रंप की तरह मुझे भी भारत के हितों को सर्वोपरि रखते हुए कार्य करना, ये मेरे लिए सौभाग्य की बात है. राष्ट्रपति ट्रंप की जब भी बात आती है तब मेक अमेरिका ग्रेट अगेन हर किसी को याद आता है, हर किसी को उससे प्रेरणा मिलती है. वैसे ही भारत में विकसित भारत 2047
जब भारत की आजादी के 100 साल होंगे तब तक भारत को विकसित बनाने के संकल्प के साथ 140 करोड़ देशवासियों का संकल्प, उसको आज नई गति मिल रही है, नई ऊर्जा मिल रही है। अमेरिका विश्व का सबसे पुराना लोकतंत्र, भारत विशाल लोकतंत्र, और इसलिए हम दोनों का मिलने का मतलब 1+1 2 नहीं, 1 और 1 11 होता है, और ये 11 की शक्ति, वो ताकत विश्व के कल्याण के भी काम आएगी। मैं राष्ट्रपति ट्रंप का, मेरे एक अच्छे मित्र का हृदय से आभार व्यक्त करता हूं कि हम फिर से एक बार प्रगति की राह पर नई ऊंचाइयों को छूने के लिए चल पड़ेंगे। थैंक यू। മോദി അടുത്ത സുഹൃത്താണെന്നും കഴിഞ്ഞ 4 വർഷവും സൗഹൃദം നിലനിർത്തിയെന്നും ട്രംപ് പറയുകയുണ്ടായി. മികച്ച വ്യാപാര ബന്ധവും കരാറുകളും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പ്രതീക്ഷിക്കുന്നതായും ട്രംപ് പറഞ്ഞു. പ്രധാനമന്ത്രിക്കൊപ്പം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും വൈറ്റ് ഹൌസിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുത്തു. 2ാം തവണയും അമേരിക്കയിൽ അധികാരമേറ്റെടുത്ത ശേഷം ട്രംപുമായി ഔദ്യോഗിക ചർച്ചയ്ക്കെത്തുന്ന ആദ്യ രാഷ്ട്ര നേതാക്കളിലൊരാളായി മാറിയിരിക്കുകയാണ് നരേന്ദ്രമോദി. ഈ വർഷം നടക്കുന്ന ക്വാഡ് ഉച്ചകോടിക്കായി ഡൊണാൾഡ് ട്രംപിനെ മോദി ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഇതോടെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി.